വെற்றிവേൽ മുരുകനുക്ക് ഹരോഹര. നമ്മുടെ വീടുകളിലൊക്കെയുള്ള കൊച്ചു കുട്ടികൾ കളിക്കുന്ന കണ്ടിട്ടില്ലേ? ചിലപ്പോൾ മണ്ണ് കൊണ്ട് മൺകൂന ഉണ്ടാക്കിയിട്ട് വീടുണ്ടാക്കിയിട്ട് കടൽ തീരത്തൊക്കെ പോകുമ്പോൾ എന്നിട്ട് അത് അപ്പം തന്നെ ഉടച്ച് കളയും. പിന്നെ വീണ്ടും മണ്ണ് കൊണ്ടുണ്ടാക്കും, ഇങ്ങനെ കളിക്കും. പിന്നെ ചിലർ വെള്ളം എടുത്തിട്ട് നിറച്ചിട്ട് കപ്പിലോ ബക്കറ്റിലോ എടുത്ത് നിറച്ച് അത് കഴിഞ്ഞ് അതിലെ എടുത്ത് വേറൊന്നിലേക്ക് ഒഴിക്കും, ഇങ്ങനെ കളിക്കും. ഇതുപോലെ വേലായുധം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കളിക്കുന്നത് എങ്ങനെയാണ് എന്ന് അരുണഗിരിനാഥ സ്വാമികൾ വേൽമാറൽ അല്ലെങ്കിൽ വേൽ വകുപ്പിൽ 13ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. തിരൈക്കടലെ ഉടയ്ത്തു നിറൈ പുനർക്കടിത് കുടിത്തുടയും ഉടൈപ്പടയെ അടയ്ത്തു ഉതിരം നിറയ്ത്തു വിളയാടും. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. തിരൈക്കടലെ ഉടയ്ത്ത്, ഇത് പറയുന്നത് ഭഗവാൻ ശൂരപത്മനുമായുള്ള യുദ്ധവേളയിൽ ഭഗവാന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, രക്ഷ കിട്ടുന്നില്ല എന്ന് മനസ്സിലായി, താൻ വധിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ ശൂരപത്മനും കൂട്ടാളികളും കടലിൻ്റെ അടിയിൽ പോയി ഒളിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ തൻ്റെ വേലായുധത്തെ ചുഴറ്റി എറിയുമ്പോൾ അത് അത്യധികം തീക്ഷ്ണതയോടും ചൂടോടുകൂടി അത് വന്ന് ആ കടലിനെ ഭേദിച്ച് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ചൂടിൽ ആ കടലിലെ ജലം മുഴുവൻ വറ്റി പോകുന്നുണ്ട് അത്ര. എന്നിട്ടാണ് ഈ വേലായുധം ചെന്ന് ശൂരപത്മൻ്റെ അടുത്തേക്ക് പോയി. ശൂരപത്മൻ ഒരു മരമായി നിൽക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ വേലായുധം ആ മരത്തെ പിളർന്ന് ഒരു ഭാഗം മയിലും ഒരു ഭാഗം കോഴിയുമായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ തിരൈക്കടലെ ഉടയ്ത്ത്, കടലിനെ ഭേദിച്ച് തിരൈക്കട ഉടയത്ത് നിറൈ പുനർക്കടിത് കുടിത്ത്, അതിലെ വെള്ളം മുഴുവനും കുടിച്ചു വറ്റിക്കുന്നു വേലായുധം എന്ന് പറയുന്നു. കടലിനെ ഭേദിച്ച് ആ വെള്ളം മുഴുവൻ കുടിച്ച് ഉടൈപ്പടയെ അടയ്ത്തു ഉതിരം നിറയത്ത് വിളയാടും. അസുരപ്പട ഭഗവാന്റെ യുദ്ധവേളയിൽ പ്രഹരങ്ങളൊക്കെ ഏറ്റ് ഛിന്ന ഭിന്നമായി പോകുന്നു. അവർ ശരീരഭാഗങ്ങളെല്ലാം മുറിഞ്ഞ് അവർ ഛിന്ന ഭിന്നമായി പോകുമ്പോൾ ആ അസുരപ്പടയുടെ ബ്ലഡ്, രക്തത്തെ, രുതിരത്തെ ഉടൈപ്പടയെ അടയ്ത്തു ഉതിരം നിറയത്തു വിളയാടും. ആ രക്തം കൊണ്ട് ആ വറ്റിപ്പോയ സമുദ്രത്തെ നിറയ്ക്കുന്നു. സമുദ്രജലം മുഴുവൻ വേലായുധം കുടിച്ചു വറ്റിച്ച ശേഷം അവിടെ ഈ അസുരന്മാരുടെ രക്തം കൊണ്ട് അതിൽ നിറച്ച് വിളയാടുന്നു. ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. വെള്ളത്തെ എടുത്ത് കളയുന്നു, പിന്നീട് രക്തം നിറയ്ക്കുക, ഇങ്ങനെ കളിക്കുന്നു. അതിൽ വേലായുധം കളിയായിട്ട് ഇത് ചെയ്യുന്നു. ഭഗവാന്റെ യുദ്ധപരാക്രമങ്ങളെ പറ്റിയാണ് ശരിക്കും ഇവിടെ പറയുന്നത്. അപ്പം അതാണ് ഈ വരികളുടെ അർത്ഥം. തിരൈക്കടലെ ഉടയ്ത്തു നിറൈ പുനർക്കടിത് കുടിത്തുടയും ഉടൈപ്പടയെ അടയ്ത്തു ഉതിരം നിറയ്ത്തു വിളയാടും. ഇത് നമ്മുടെ തിരുത്തണിയിൽ ഉദിത്തരുളും കൂടെ ചേർത്തി പറയുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ തിരുക്കൈവേലേ എന്നുള്ള അർത്ഥം ഇവിടെ വരും.